50 വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമീസ് കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. വിവിധതരം ദോശ വെറൈറ്റികൾ, സ്വാദിഷ്ടമായ പലഹാരങ്ങൾ, ഉച്ചയൂണ്, വീട്ടിൽ ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ, ഇഡ്ഡലി, ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു. എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട്. മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമീസ് കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു. സ്വാമീസ് കിച്ചൺ 4 ബിൽഡിംഗ്, ചേലക്കര. ഫോൺ 7356566954. ചേലക്കര ശ്രീ അന്തിമഹാകാളൻകാവ് ക്ഷേത്രത്തിലെ 25ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഡിസംബർ 18 മുതൽ 25 വരെ നടക്കും. ഡിസംബർ 26-നായിരിക്കും 10ാം ഉദയം. ഗുരുവായൂരപ്പദാസൻ വിജു ഗോപാലകൃഷ്ണനാണ് യജ്ഞാചാര്യൻ. ക്ഷേത്രം മേൽശാന്തി പുതുമന രവി നമ്പൂതിരി യജ്ഞവേദിയിൽ ഭദ്രദീപം തെളിയിക്കും. എല്ലാ ദിവസവും വിവിധ ചടങ്ങുകളും കലാപരിപാടികളും നടക്കുമെന്ന് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പള്ളിക്കര, രക്ഷാധികാരി TS പരമേശ്വരൻ, സെക്രട്ടറി VG വിജയകുമാർ, കമ്മിറ്റി അംഗം CK സുരേഷ് കുമാർ എന്നിവർ ചേലക്കരയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചേലക്കര അന്തിമഹാകാളൻകാവിലെ 25ാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ തിരി 18-ാം തീയതി വൈകുന്നേരം 5:30 മണിക്ക് പവിത്രമായ ക്ഷേത്രസന്നിധിയിൽ തെളിയാൻ പോവുകയാണ്. ഈ അവസരത്തിൽ എനിക്ക് പ്രത്യേകമായി ഇവിടെ അവതരിപ്പിക്കാനുള്ളത് 1998 ജൂൺ മാസം 28-ാം തീയതി അന്തിമഹാകാളൻകാവിലെ പാട്ടുകൊട്ടലിൽ, അതായത് ആ ചെറിയ മുറിയിൽ നിലത്ത് ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഈ മഹായജ്ഞത്തിൻ്റെ തുടക്കം കുറിച്ച കാര്യം ഞാൻ നിങ്ങളോട് വളരെ സ്നേഹപൂർവ്വം അവതരിപ്പിക്കുകയാണ്. അന്നു മുതൽക്ക് ഇന്നുവരെ മാറി മാറി വന്ന ക്ഷേത്രോപദേശക സമിതികൾ വളരെ വിശദമായി, വളരെ ആഘോഷപരമായി തന്നെ ഈ സപ്താഹയജ്ഞം കൊണ്ടു നടത്തിയിട്ടുണ്ട്. അതിൽ വിജയിച്ചിട്ടുമുണ്ട്. എല്ലാറ്റിനും ഞങ്ങൾക്ക് തുണയായത് അന്തിമഹാകാളൻ്റെയും അമ്മയുടെയും അനുഗ്രഹവും ഭക്തജനങ്ങളുടെ കറകളഞ്ഞ, അകമഴിഞ്ഞ പിന്തുണയുമാണ് എന്നിവിടെ ഞങ്ങൾ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ശ്രീമദ് ഭാഗവത സപ്താഹം എന്ന് പറയുന്നത് ആ ഗ്രന്ഥത്തിൻ്റെ മഹത്വം അത് അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ ഭാരതീയ സംസ്കൃതി ഏകദേശം ക്രിസ്തുവിന് മുമ്പ് 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ വേദകാല സംസ്കാരം നിലനിന്ന കാലത്ത് നമ്മുടെ ഇതിഹാസങ്ങൾ ജനിക്കുകയും നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിത്തറ ആ ഇതിഹാസങ്ങൾ ആയിത്തീരുകയും ചെയ്തു. ശ്രീ വേദവ്യാസ ഭഗവാൻ, അതായത് വേദവ്യാസൻ എന്ന മഹാനുഭാവൻ രചിച്ചതാണ് ശ്രീമദ് ഭാഗവതം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വേദവ്യാസൻ എന്തിനു വേണ്ടി ഈ ഭാഗവതം രചിച്ചു, അല്ലെങ്കിൽ ഭാഗവതത്തിൻ്റെ രചിക്കാനുണ്ടായ കാരണം എന്താണ്, അത് ഞാൻ വളരെ സംക്ഷിപ്തമായി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നാരദമുനി വേദവ്യാസ ഭഗവാന് ഈ ഭാഗവത തത്വങ്ങൾ, ശ്രീകൃഷ്ണ ചരിതം വളരെ വിശദമായി വിവരിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ അദ്ദേഹം ആ ഭാഗവത കഥ കേട്ടതുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായ ആത്മസംതൃപ്തി ഇനി വരും തലമുറയ്ക്കും പകർന്നു കൊടുക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ആ ആഗ്രഹ നിവൃത്തിക്കായിട്ടാണ് അദ്ദേഹം ഈ ശ്രീമദ് ഭാഗവതം രചിച്ചത്. ശ്രീമദ് ഭാഗവതത്തിൽ ഗീതാദേവിയുടെ 18 അധ്യായങ്ങൾ 18,000 ശ്ലോകങ്ങളായി വികസിപ്പിച്ചു കൊടുത്ത് വളരെ വിശദമായി സകല മാനുഷിക വശങ്ങളെയും വളരെ വിശദമായി പ്രതിപാദിച്ചുകൊണ്ട് ഒരു മഹത്തായ ഒരു ഗ്രന്ഥം എന്ന നിലയ്ക്ക് ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. നമ്മുടെ അന്തിമഹാകാളൻകാവിനെ സംബന്ധിച്ചിടത്തോളം
25ാമത് ഭാഗവത സപ്താഹയജ്ഞം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചത് വ്യക്തിപരമായിട്ടുള്ള ആളാണ്. ആ തുടക്കത്തിൽ അതിന് സാക്ഷി വഹിച്ച ഒരാളാണ് ഞാൻ. ഇന്നും അതിൽ പല ആളുകൾ, അന്നത്തെ പല ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിലും ഇന്നും അത് കൊണ്ടു നടക്കാനായിട്ടും അതിൽ ഭാഗമാക്കാനായിട്ടും എനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ. കാരണം ചെറുപ്പക്കാരുടെ ഒരു നിര ഇന്ന് എല്ലാം ഏറ്റെടുത്തുകൊണ്ട് നടത്താനും അത് ഭംഗിയായി കൈകാര്യം ചെയ്യാനും മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് ശുഭസൂചകമായ ഒരു അനുഭവം തന്നെയാണ്. പിന്നെ ശ്രീകൃഷ്ണ, നമ്മൾ ഭാഗവതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ചേലക്കര പഞ്ചായത്തിൽ 40-ലധികം ക്ഷേത്രങ്ങളുണ്ട്. ചെറുതും വലുതുമായ 40-ലധികം ക്ഷേത്രങ്ങൾ ചേലക്കര പഞ്ചായത്തിലുണ്ട്. അതിൽ 3 ക്ഷേത്രങ്ങൾ മാത്രമേ ഇപ്പോൾ ഭാഗവതം നടക്കുള്ളൂ. ഒന്ന് വെങ്ങാലൂർ ശിവക്ഷേത്രത്തിൽ, പിന്നെ ചേലക്കര നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ, പിന്നെ അന്തിമഹാകാളങ്കാവിൽ. എന്താണ് ഇങ്ങനെ ഈ 3 ക്ഷേത്രങ്ങൾ മാത്രം ചുരുങ്ങാനുള്ള കാരണം? അതിൻ്റെ നടത്തിപ്പിൽ വരുന്ന ബുദ്ധിമുട്ടുകളാണ്. കാരണം ഒരുപാട്, ഏകദേശം 7 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഒരു വലിയൊരു ഭക്തിയുടെ മഹാ ഉത്സവമാണത്. അത് നടത്തിക്കൊണ്ടുപോകുന്നതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഇതുണ്ട്. അതൊക്കെ കാരണമാവാം മറ്റു ക്ഷേത്രങ്ങളിൽ ഇതായിട്ട്. എന്തായാലും ഭാഗവതം കേൾക്കാനുള്ള ഒരു മഹാഭാഗ്യം ഉണ്ടാവുക എന്നുള്ളത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവമാണ്. അത് ഈ വർഷത്തെ ഭാഗവത സപ്താഹ യജ്ഞത്തിനും ഒരുപാട് ഭക്തജനങ്ങൾ അവിടെ എത്തിച്ചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. 1998 ഞങ്ങൾ തുടങ്ങിയ മുതൽക്ക് ഇന്ന് വരെ, അതായത് ഈ 24ാമത് സപ്താഹയജ്ഞം വരെ ഓരോ വർഷവും ജനപങ്കാളിത്തം വർദ്ധിച്ചു വരുന്നത് ജനങ്ങൾ എത്രമാത്രം ഈ പരിപാടിയെ നെഞ്ചിലെത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഈ വർഷവും ഞങ്ങൾ കൂടുതൽ ജനങ്ങളെ പ്രതീക്ഷിക്കുന്നു. 25ാമത്തെ സപ്താഹയജ്ഞമായതുകൊണ്ട് കൂടുതൽ നല്ല പരിപാടികളോടുകൂടി, കൂടുതൽ ജനപ്രിയമായ പരിപാടികളോടുകൂടി, അതായത് അതിൻ്റെ ഭക്തിയുടെ ആ ശക്തി ഒരിക്കലും ചോർന്നു പോകാതെ മറ്റുള്ള പരിപാടികളെയും കൂട്ടിയിണക്കിക്കൊണ്ട് കൂടുതൽ ജനകീയമായ രീതിയിൽ ഈ വർഷത്തെ സപ്താഹയജ്ഞം നടത്താനായിട്ട് ഞങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുകയാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം വിജയത്തിലെത്തും എന്ന് ഞങ്ങൾ ഹൃദയപൂർവ്വം വിശ്വസിക്കുകയാണ്. 18-ാം തീയതി വൈകിട്ട് മഹാത്മ്യത്തോടു കൂടിയിട്ട് നമ്മുടെ സപ്താഹം ആരംഭിക്കുകയാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും, കടുകശ്ശേരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം താലപ്പള്ളിയോടുകൂടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് യജ്ഞവേദിയിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു ചടങ്ങാണ്. അതിനുശേഷമാണ് മഹാത്മ്യം ആരംഭിക്കുന്നത്. പിന്നെ പിറ്റേ ദിവസം 1-ാം ദിവസം, വെള്ളിയാഴ്ച 1-ാം ദിവസം രാവിലെ വിഷ്ണു സഹസ്രനാമം, സമൂഹ പ്രാർത്ഥന, ഭദ്രദീപ പ്രതിഷ്ഠ, ഗ്രന്ഥപൂജ തുടങ്ങിയ ചടങ്ങുകളോട് കൂടിയിട്ട് ഭാഗവത യജ്ഞം ആരംഭിക്കും. തുടർന്ന് എല്ലാ ദിവസവും കാലത്ത് പ്രഭാതഭക്ഷണം, വൈകിട്ട് ഉച്ചയ്ക്ക് അന്നദാനം, എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ 2-ാം ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20-ാം തീയതി ശനിയാഴ്ച അന്ന് വൈകിട്ട് സർവൈശ്വര്യ പൂജ നമ്മൾ ഈ വായനയോട് സപ്താഹത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉണ്ട്. അതിൽ ഈ എന്താ പറയുക, സർവൈശ്വര്യ പൂജ എല്ലാ ദമ്പതിമാർക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് വളരെ ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ അങ്ങനെ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും വൈകിട്ട് നമ്മൾ ക്ഷേത്രാചാര പ്രകാരമുള്ള പരിപാടികൾ, കലാപരിപാടികൾ എന്ന് പറയുകയാണെങ്കിൽ കൈകൊട്ടിക്കളി, തിരുവാതിരകളി, അതുമാതിരി നമ്മൾ അഷ്ടപതി സംഗീതം, അതിൽ അഷ്ടപതി പാടുന്നതോടൊപ്പം ഇടയ്ക്കൽ അത് വായിക്കുന്നൊരു ഇതാണ് വൈകിട്ട്. അത് വളരെ ഒരു വ്യത്യസ്തമായൊരു അനുഭവമായിരിക്കും. അങ്ങനെ ഓരോ ദിവസവും ഓരോ പരിപാടികളായിട്ട് നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ 23-ാം തീയതി ചൊവ്വാഴ്ചയാണ് രുക്മിണി സ്വയംവരം. അതും നമ്മൾ കടുകശ്ശേരി ക്ഷേത്രത്തിൽ നിന്ന് വൈകിട്ട് താളമേളങ്ങളോട് കൂടിയിട്ടാണ് രുക്മിണിയെ അവിടെ നിന്ന് ആനയിച്ച് കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ച് ആണ് പിന്നെ സ്വയംവര ചടങ്ങുകൾ നടക്കുന്നത്. അതിനുശേഷം തിരുവാതിരകളിയുണ്ട്, മധുരപലഹാര വിതരണങ്ങളുണ്ട്. അങ്ങനെ എല്ലാവിധ വൈവിധ്യമായ പരിപാടികളോട് കൂടിയിട്ടാണ് നമ്മൾ ഈ സപ്താഹം, ഈ കൊല്ലത്തെ 25ാമത്തെ സപ്താഹം ഇവിടെ നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 25 വർഷം ആണ് ഇന്നത്തെ ഈ പ്രാവശ്യം ആരംഭിക്കുന്നത് 25ാമത്തെ സപ്താഹമാണ്. അതിൽ 25 കൊല്ലമായിട്ടും നമുക്ക് ഈ സപ്താഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് സഹകരിച്ച കുറച്ച് പേരുണ്ട്. അവരെ ഇതോടുകൂടി നമ്മളൊരു ആദരവ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് 25ാമത്തെ ദിവസം, 25ാം തീയതി, അതായത് ക്രിസ്മസിൻ്റെ അന്ന്
വരുന്നത്. നമ്മുടെ പരിപാടി അവസാനിക്കുന്നത് 25-ാം തീയതി, ഡിസംബർ 25-ാം തീയതിയാണ്. ഉച്ചയോടുകൂടി നമ്മുടെ ഭാഗവത യജ്ഞ പരിപാടി ഉച്ചയോടുകൂടി അവസാനിക്കും. അതിനുശേഷം 4 മണിക്ക് നമ്മളൊരു സാംസ്കാരിക സദസ്സ് 4 മണിക്ക് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ചേലക്കര നിയോജകമണ്ഡലം MLA ബഹുമാനപ്പെട്ട UR പ്രദീപ് അവർ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ പ്രമുഖരായ വ്യക്തികൾ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഇവരെല്ലാവരും പങ്കെടുത്തുകൊണ്ട് പ്രധാനപ്പെട്ട പ്രമുഖരായ വ്യക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചടങ്ങ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. 25 വർഷമായിട്ട് നമുക്ക് ഈ സപ്താഹത്തിന് വേണ്ടി സഹകരിക്കുക പറയുമ്പോൾ നിസ്സാര കാര്യമല്ല. അപ്പോൾ അത് അനുബന്ധിച്ച് അവരെ ഒന്ന് ആദരിക്കുക എന്നുള്ള ചടങ്ങ് കൂടി നമ്മൾ ഈ സപ്താഹത്തോട് കൂടിയിട്ട് നമ്മളത് ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഈ സപ്താഹം വരെയും സഹകരിച്ച നമ്മുടെ 5 ദേശത്തെ അന്ത്യവാളിലെ ഭക്തജനങ്ങൾ, അത് തുടർന്ന് നമുക്കുള്ള സഹകരണം ഉണ്ടാവുകൊണ്ടാണ് ഇത്രയും വിപുലമായി ചെയ്യാൻ സാധിച്ചത്. എല്ലാവരും ഈ ചടങ്ങിലേക്ക് എല്ലാവരുടെയും സാന്നിധ്യം അഭ്യർത്ഥിച്ചുകൊണ്ടും എല്ലാവരും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടും നമ്മൾ ഈ യജ്ഞ സംരംഭം വളരെ വിജയകരമായി നടത്തി തരുവാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രസിദ്ധനായിട്ടുള്ള യജ്ഞാചാര്യൻ ശ്രീ ഗുരുവായൂർ ദാസൻ ബിജു ഗോപാലകൃഷ്ണനാണ് ഇത് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് യജ്ഞ പരിപാടി നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ഒരുപാട് ഭക്തജനങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും, ഭക്ഷണം, വെള്ളം, മറ്റ് സൗകര്യങ്ങളൊക്കെ തന്നെ ഉപദേശക സമിതി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഭക്തജനങ്ങളെ ഈ പരിപാടിക്ക് സംഘാടക സമിതി പ്രതീക്ഷിക്കുകയാണ്. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര.